എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് എവിടാന്നല്ലേ, ഞാൻ ഒരു വലിയ ഗിഫ്റ്റുമായിട്ട് ഞാൻ എൻ്റെ നാട്ടിലോട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. ഇതെൻ്റെ പുതിയ വീടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു സങ്കടം പറയാം ഗൈസ്. ഇന്ന് ജൂൺ 8. കഴിഞ്ഞ മാസം 24-ാം തീയതി 25-ാം തീയതി അപ്പോൾ എൻ്റെ മാമൻ പാർട്ടി പ്രവർത്തകനാണ്. മാമൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ മാമൻ എന്തെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞ്, നീ അടുത്ത മാസം 8-ാം തീയതി ഫ്രീ ആണോ? അപ്പം ഞാൻ ചിന്താ മാമ, എനിക്ക് ഷൂട്ടുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ, അതായത് പുന്നല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 100-ാം വാർഷികമാണ്. അപ്പം അവിടെ പഠിച്ച കുട്ടി ആയതുകൊണ്ട്, ഒരു കലാകാര്യമായതുകൊണ്ട് നിനക്കൊരു ഒരു അംഗീകാരം, അങ്ങനെയല്ലേ പറയുന്നത്, ഒരു മൊമെന്റോ തന്ന് നിന്നെ ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പം നിനക്ക് വരാൻ പറ്റുമോ? അപ്പം അത് കേട്ട് സന്തോഷത്തോടെ, ഞാൻ ലൊക്കേഷനിലായിരുന്നു, ഗീതാഗോവിന്ദത്തിൻ്റെ ലൊക്കേഷനിലായിരുന്നു. അപ്പം ഞാൻ വരാൻ മാമാന്ന് പറഞ്ഞു. കാരണം എനിക്കിപ്പോൾ ഷൂട്ടുള്ളതാണ്, ഈ ദിവസങ്ങൾ ഷൂട്ടുള്ളതാണ്. അപ്പം ഞാൻ ഇവിടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാം പ്ലാൻ ചെയ്തു. അതിൻ്റെ ഒരു സാരി എടുക്കുന്ന വ്ളോഗ് ഞാൻ നമ്മുടെ ഒരു പോത്തീസിലെ സാരി എടുത്ത വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് നാട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെല്ലാം പറഞ്ഞ നോട്ടീസൊക്കെ എനിക്ക് അയച്ചു തന്നപ്പം മെയിൻ ഗസ്റ്റ് ഗണേശ് ചേട്ടനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം ഗണേശ് ചേട്ടൻ, അപ്പം ഇത് ഗണേശ് ചേട്ടൻ്റെ കൂടെ നേരത്തെ ഞാനൊരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഗണേശ് ചേട്ടനെ കാണാം. കാരണം 9-ാം തീയതി, അതായത് ഇന്ന് 8, അടുത്ത ദിവസം 9-ാം തീയതി ഞങ്ങളുടെ സീരിയൽ ആർട്ടിസ്റ്റുടെ ആത്മാ മീറ്റിംഗ് ആണ്. അപ്പം ഗണേശ് ചേട്ടനാണ് എൻ്റെ മെയിൻ ആൾ. അപ്പം ഓൾ ആർട്ടിസ്റ്റ് എല്ലാവരും ഉണ്ടാവും, അതായത് സീരിയലിൽ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഉണ്ടാവും. അമ്മ കഴിഞ്ഞ നെക്സ്റ്റ് ആത്മയാണ്. ഓക്കെ, അപ്പം 9-ാം തീയതി പോകുമ്പോൾ കാണുമ്പോഴും പറയാം നാളെ, അല്ലെങ്കിൽ 8-ാം തീയതി കാണാൻ പറയാം നാളെ ആത്മാ മീറ്റിങ്ങിൽ കാണാം ഗണേശ് ചേട്ടൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് തന്നു കേട്ടോ, പറയാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. ജൂൺ 7-ാം തീയതി വൈകുന്നേരം അമ്മ എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്. ജൂൺ 7-ാം തീയതി രാവിലെ അമ്മ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, ചോദിക്കുകയാണ് നിന്നെ സ്കൂളിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു? അപ്പോൾ ഞാൻ അക്കാര്യം മറന്നു, എന്നെ ആരും വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഇല്ല. എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. കുറച്ച് കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത്, നീ നാളത്തെ പ്രോഗ്രാമിനകത്തില്ല, അവരുടെ പുതിയ നോട്ടീസിൽ നിൻ്റെ പേരില്ല. അപ്പം നാട്ടിൽ നീ എൻ്റെ ചേട്ടൻ വിളിച്ച് പറഞ്ഞു, ചേച്ചി പുതിയ നോട്ടീസിൽ, അതായത് മാമിന് കൊണ്ട് കൊടുത്ത നോട്ടീസിൽ അവളുടെ പേരില്ല, ഫംഗ്ഷന് വരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ. അപ്പോൾ എൻ്റെ വിഷമം, എനിക്ക് എൻ്റെ ഷൂട്ട് ഡേറ്റാണ്, എൻ്റെ വരുമാനമുള്ള ദിവസമാണ് ഞാൻ കളഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട്. അത് നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരം, ഒരു മൊമെൻറ്റ് നമുക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. പ്രത്യേകിച്ച് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഒരു 5-6 വർഷം വന്നിട്ട് ഒരുമാതിരിപ്പെട്ടവർ മലയാളികൾക്ക്, സീരിയൽ കാണുന്ന എല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. വ്ലോഗ് കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് എന്നെ ഇഷ്ടമാണ്. അപ്പോൾ നാട്ടിൽ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുമോദനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് ഒരു അഭിനേത്രി, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരാൾക്ക് എപ്പോഴും അതൊരു ഭയങ്കര ഹാപ്പി ആയിരിക്കും, സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുക എന്നുള്ളത്. പക്ഷെ അത് ക്യാൻസൽ ആയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ ഞാനിങ്ങനെ ചോദിച്ച് അറിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞത്, മന്ത്രിയോടൊപ്പം വേദിയിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാളാണ്. അവരെ സ്വന്തം നാട്ടുകാർ തന്നെ, സ്വന്തം, അത് ഈ പറഞ്ഞ ആൾക്കാരെയും എനിക്കറിയാം, പേഴ്സണലി അറിയാം. അതിന്റെ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല. പ്ലേറ്റ് കൊണ്ട് വലിയ കാര്യം പ്ലേറ്റും കൊണ്ടുവരുന്നത് എന്നിട്ട് പോകുന്നു. അപ്പൊ ഇങ്ങോട്ട് നിന്നാലോ, കാണുമോ? അപ്പൊ ഇങ്ങോട്ട് നിൽക്കുക, ഓക്കെ ആണോ? അപ്പം ഈ വ്യക്തികളെ എനിക്ക് നന്നായിട്ട് അറിയാം. അമ്പലത്തിന്റെ, ഞങ്ങളുടെ പുന്നല ശിവക്ഷേത്രത്തിന്റെ, ഞാൻ പേര് പറയത്തില്ല, അതിന്റെ എന്താണ് റീബിൽഡിങ്, എന്താ മലയാളത്തിൽ പറയാം, അമ്പലത്തിലെ കമ്മിറ്റി അംഗങ്ങളൊക്കെ ആയിക്കോട്ടെ, കമ്മിറ്റി അംഗങ്ങളുടെ അമ്പലത്തിന്റെ പുനരുദ്ധാരണം, പുതിയതായിട്ട് ബിൽഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് അറിയാവുന്ന വ്യക്തികളാണ്. ഈ വ്യക്തികളാണ് പറഞ്ഞത്, അമൃത ഇതുപോലെ ഗണേഷ് കുമാറിൻ്റെ, ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാറിൻ്റെ വേദിയിൽ ഇരിക്കാനുള്ള യോഗ്യത ഇല്ല എന്നുള്ളത്. അത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എനിക്ക് ഇത് ആദ്യം കേട്ടപ്പോൾ ഞാനിത് കളഞ്ഞു, ഫ്ലെക്സ് അടിച്ചതാണ്. പിന്നീട് എനിക്ക് ആലോചിച്ച് ഭയങ്കര വിഷമം വന്നു. കാരണം എൻ്റെ ഷൂട്ട്, എൻ്റെ വരുമാനമുള്ള ദിവസം കളഞ്ഞ് ഞാൻ ഇതിനായിട്ട് ട്രിവാൻഡ്രത്ത് നാട്ടിൽ വന്ന് ഞാൻ അത്രയും സന്തോഷിച്ചിരുന്ന കാര്യമാണ്. ഇതിൻ്റെ റീസൺ എനിക്ക് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. അപ്പോൾ അതിനെതിരെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ ഫേസ്ബുക്കിലും നമ്മുടെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റിയിലെല്ലാം ഞാൻ അതിൻ്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാം കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ഉടനെ എന്നെ സാജൻ ചേട്ടൻ വിളിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാജൻ ചേട്ടൻ വിളിച്ചിട്ട് ഇത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇതെന്തായാലും ഗണേഷ് കുമാർ ഏട്ടനെ അറിയണമെന്ന് പറഞ്ഞു. അപ്പം അതായത് നാളെ മീറ്റിംഗ് ആണ്, ഞങ്ങളുടെ ആത്മാ മീറ്റിംഗ് ആണ്. ഗണേശ് ചേട്ടൻ നാളെ വരുമ്പോൾ നീ എന്തായാലും അവിടെ ഉണ്ടാകണം, ഗണേശ് ചേട്ടനോട് നേരിട്ട് ഇത് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എനിക്ക് നിങ്ങളെയും കൂടെ അറിയിക്കണം എന്ന് തോന്നി. കാരണം ഞാൻ വലിയൊരു സെലിബ്രിറ്റി ആണെന്നോ, അല്ലെങ്കിൽ ഞാൻ വലിയ ഫിലിം സ്റ്റാർ ആണെന്നോ, ലക്ഷങ്ങൾ വരുമാനമുള്ള വ്യക്തികളൊന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല. പക്ഷേ ഞാൻ ചെറിയ ചെറിയ വർക്കുകളാണെങ്കിൽ ചെയ്ത് തന്നെ ഒരുമാതിരിപ്പെട്ട എവിടെ പോയാലും, ഇപ്പം എൻ്റെ നാട്ടിലുള്ള എനിക്കൊരു വിലയില്ലാത്തത്, അത് എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആൾക്കാരുടെ എല്ലാവരും ഞാൻ പറയില്ല, എല്ലാവരും ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. വളരെ കുറച്ച് ആൾക്കാർ ചിലപ്പോൾ അവർക്ക് സീരിയൽ നടി എന്ന് പറയുമ്പോൾ അവർക്ക് പുച്ഛം കാണും. പക്ഷേ എൻ്റെ നാട്ടിൽ നിന്ന്
ഞാനല്ലാതെ എൻ്റെ അറിവ് വേറെ ഒരാളും ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ടില്ല. ഇത്രയും കുറച്ചെങ്കിലും അറിയാവുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ അറിവ് വേറെ ഒരാളും വന്നിട്ടില്ല. അപ്പോൾ അതിലെനിക്ക് ഒരുപാട് പ്രൗഡുണ്ട്. ഈ നാട്ടിലല്ലെങ്കിൽ പോലും എനിക്ക് എന്നും അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ളത് ഞാൻ എന്നും നല്ലൊരു നിലയ്ക്ക് എത്തി ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷമാണ്. അതിലെനിക്ക് ട്രിവാൻഡ്രത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഒരിക്കലും ഞാൻ ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ട് പോകത്തില്ലായിരുന്നു, സത്യം പറയാമല്ലോ. അപ്പോൾ ഇതെൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വിഷമമാണ് ഞാൻ ഈ ഒരു സംസാരത്തിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഒരാളോടും അങ്ങനെ ചെയ്യരുത്, ഒരാളോടും. ഇപ്പൊ എന്റെ അടുത്ത് തന്നെ വേറെ ഫ്ലെക്സ് അടിച്ച് ഫ്ലെക്സിന്റെ നോട്ടീസ് നമുക്ക് അയച്ചു തന്നതല്ലേ? ഞാനത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ ഇട്ടതാണ്. എന്നിട്ട് ഇവര് ഇതിന് പുറകെ ഞാൻ നടക്കണം. അപ്പം നമ്മുടെ അതായത് പുന്നല പത്തനാപുരത്തിന് അടുപ്പിച്ച് വേറെ ഫിലിം ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ നാട്ടില് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര വിലയാണ്. അത് അവരുടെ നാട് അവരെ അത്രത്തോളം സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അവരും സ്റ്റാർട്ടിങ് TV ഷോയിലൂടെയും സീരിയലിലൂടെയും വന്നൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ആർട്ടിസ്റ്റിന്റെ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അവർ ആ നാട്ടിലത്തെ എന്ത് ആഘോഷത്തിനും അവർ ഫ്രണ്ടിലുണ്ടാവും. അങ്ങനെ ആയിരിക്കണം നമ്മളും. നമ്മുടെ നാട്ടിൽ സ്നേഹിക്കണം, തിരിച്ചും നമ്മുടെ നാട്ടുകാരും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കലാകാരി ഉണ്ടെങ്കിൽ അവരെ വളർത്തിക്കൊണ്ട് വരേണ്ടത് അവരുടെയെങ്കിലും കുറച്ച് ഉത്തരവാദിത്വമാണ്. എന്നാലും എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. കാരണം ഇവിടെ അല്ലെങ്കിൽ പോലും എനിക്ക് പല സ്ഥലങ്ങളിലും എനിക്ക് 2 വർത്താനം പറയാനുണ്ട്. സോറി ബൈ എൻ്റെ അമ്മയ്ക്ക് എന്താ പറയാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഇവിടെ അല്ലെങ്കിൽ പോലും എനിക്ക് വേറെ പല സ്ഥലങ്ങളിലും ഞാൻ പ്രോഗ്രാമിന് പോകുന്നുണ്ട്, ഇനോഗ്രേഷന് പോകുന്നുണ്ട്. അതിന്റെ വീഡിയോസും അവർ കാണിക്കുന്ന സ്നേഹം എല്ലാം ഷെയർ ചെയ്ത് തരാറുണ്ട് എപ്പോഴും. ഇപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ എടുത്ത തീരുമാനമാണ്. ഞാൻ വലിയ നടിയോ ഒന്നുമല്ല എങ്കിൽ പോലും എൻ്റെ ആ ഒരു ഇതിൽ ഞാൻ പറയുകയാണ്, ഇനി എൻ്റെ നാട്ടിൽ ഒരു പരിപാടിക്ക് ഞാൻ വരത്തില്ല. ഇനി ഇഷ്ടമുള്ളവർ വിളിച്ചാലും ഇഷ്ടമില്ലാത്തവർ വിളിച്ചാലും ഒരു പരിപാടിക്ക് ഞാൻ എൻ്റെ നാട്ടിൽ വിളിച്ചാലും വരത്തില്ല, ഒന്നിലും പങ്കെടുക്കത്തില്ല. പക്ഷെ എനിക്കൊരു വീടുണ്ട്, എനിക്കൊരു ഇഷ്ടമുള്ള എൻ്റെ നാടിനോട്. സോ ഞാൻ വരണമെന്ന് തോന്നുമ്പോൾ വരും, അവിടെ താമസിക്കും, ഞാൻ പോകും. അല്ലാതെ ഒരു പരിപാടിക്കോ അവരെന്തൊരു ഫംഗ്ഷന് വിളിച്ചാലോ ഞാൻ ഒന്നിനും ഉണ്ടാവത്തില്ല. യെസ്, താങ്ക് യു. ഒരു മിനിറ്റ് ബൈ എൻ്റെ അമ്മയ്ക്ക് എന്താ പറയാനുണ്ടെന്ന്. ക്യാമറ എവിടെ നിൽക്കുന്നേ? അവിടെ വെട്ടമില്ല. ഉള്ള വെട്ടമൊക്കെ മതി, സൗന്ദര്യം കാണിക്കാനൊന്നും അല്ല. പക്ഷെ എന്റെ പുന്നല നാട്ടുകാരോട് പറയാണ്, ഞാനും ജനിച്ചു വളർന്നത് എന്റെ പുന്നല നാട്ടിലാണ്. എന്റെ മക്കളും എന്റെ മക്കളും ജനിച്ചു വളർന്നത് എന്റെ നാട്ടിലാണ്, ഈ പുന്നല നാട്ടിലാണ്. എന്റെ മോൾ ഓരോ വീഡിയോ എടുക്കുമ്പോഴേ ഈ പുന്നല നാടിനെ പറ്റിയും ഈ പുന്നല പരിസരത്തിനെ പറ്റിയും പരമശിവനെ പറ്റി എല്ലാരെയും പറ്റിയാണ് പറഞ്ഞത്. നമ്മൾ ബ്ലോഗ് പോലും ചെയ്തേക്കുന്നത് ഞങ്ങളുടെ നാട്, എന്റെ നാടെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ നാട് പുന്നല നാടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ പോയാലും ഞാൻ പക്ഷേ ഈ എന്റെ സ്കൂളില് 100 വർഷം തികയുന്ന പരിപാടി ഇപ്പൊ അവിടെ നടക്കുകയാണ്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും, അതിന്റെ മൈക്കിന്റെ ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ട്. ഈ അവിടെ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അത്ര സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. അവള് പറഞ്ഞത് പോരാൻ കൂടി ഞാൻ പറയാണ്. ഇതിനോട് കുട്ടിക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ പറയാം. അവളെ വിളിച്ച് നാണം കെടുത്തിന്ന് പറയാം. എന്റെ മോളെ വിളിച്ച് നാണം കെടുത്തി കളഞ്ഞു. അല്ല, സന്തോഷമായിട്ട് അവള് ആഗ്രഹിച്ചിരുന്നതാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ വന്ന് 4 അക്ഷരം പറയാമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരുന്നു. എന്റെ കൊച്ചിനെ ഒരുപാട് സങ്കടപ്പെടുത്തി. അത് ഭയങ്കര അവിടെ പഠിച്ച സ്കൂളിൽ വന്ന് കാണാനും ഞങ്ങൾക്ക് എല്ലാം വിഷമമായി പോയി. ഞങ്ങളെല്ലാം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് പറ്റാതെ ഒരു മനുഷ്യനും പങ്കുകൂടി. ഹലോ ഗൈസ്, ഞങ്ങളുടെ ആൾക്കാർ ആരും, എന്റെ അണ്ണൻ മാത്രം അവിടെ ജസ്റ്റ് ഒന്ന് പോട്ടേ ഉള്ളൂ. എന്റെ കുടുംബത്തിലുള്ളവർ പലരും ഒരുങ്ങി നിന്നിട്ട് ആരും പോയില്ല. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ പറയാൻ. അമ്മ പറഞ്ഞത് നിങ്ങൾ ആരും ഒന്നും നെഗറ്റീവായിട്ട് തോന്നരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് പറയാം, ഇത് എൻ്റെ നാട്ടിൽ ആദ്യമായിട്ട് എന്നെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വിളിച്ചു. അപ്പം നമ്മളതിന് കുറച്ച് നമ്മൾ കുറേ എക്സ്പെക്ട് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ വേദിയിൽ കാണുന്ന ഞാൻ ആദ്യമായിട്ട് മൈക്ക് സംസാരിക്കുന്നത് ഇവിടുത്തെ സ്കൂളിലെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം അതായിരുന്നു എൻ്റെ തുടക്കം എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ ഒരു സ്കൂളിൽ എനിക്ക് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോട്ടെ, അതെന്തോ ആയിക്കോട്ടെ. സോ നമ്മുടെ ബ്ലോഗ് ഇവിടെ തീരുകയാണ്. എനിക്ക് ഭക്ഷണം കഴിക്കണം. അമ്മൂമ്മ നല്ല മോരുകറിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പം ഭക്ഷണം കഴിക്കണം, തിരിച്ചു പോകണം. അപ്പോൾ ബാക്കി നമ്മുടെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ടാറ്റാ, ടേക്ക് കെയർ, ബൈ ബൈ.